എന്നും പറയുന്ന പോലെ തന്നെ സിനിമയുടെ ജസ്റ്റ് ആ ഒരു ആരംഭത്തിലേക്ക് ഒന്ന് നോക്കിയ ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. നമ്മുടെ കഥാനായിക പുള്ളിക്കാരി അല്പം ടഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ റഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരിക്കുള്ളത്. സ്വന്തം ജോലിക്കാരോടും, അതായത് വീട്ടിലുള്ള ജോലിക്കാരോടും, അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോടും, സ്വന്തം വീട്ടുകാരോടും പുള്ളിക്കാരി റഫായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അധികം ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും നമ്മുടെ കഥാനായികയ്ക്കില്ല. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പുള്ളിക്കാരിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അത് പുള്ളിക്കാരിനെ എങ്ങനെ മാറ്റി എന്നൊക്കെ കഥ പറഞ്ഞാണ് സിനിമ പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും സിനിമയുടെ മറ്റു വിശേഷങ്ങളൊക്കെ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലെ റിലീഫ് ആവുന്ന സിനിമയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ ചെറിയ സിനിമകളിൽ നല്ല സിനിമകളും നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, മൂവീസ് അറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 പുറത്തു വന്ന ഒരു മലയാളം ഫാമിലി കോമഡി എന്റർടൈനർ മൂവിയാണ് ക്വീൻ എലിസബത്ത്. എം പത്മകുമാറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. കാരണം ഇദ്ദേഹത്തിന്റെ മുന്നേ വന്ന സിനിമ ജോസഫ് എന്ന സിനിമയൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്കും തീർച്ചയായിട്ടും ഞാൻ പോയത്. സിനിമ കണ്ട ശേഷം മൊത്തത്തിൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒരു പുതുമ അവകാശപ്പെടാനില്ലാത്തൊരു സിനിമ എന്നുള്ളതാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം. മൊത്തത്തിൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം. അപ്പൊ എന്തായാലും സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവായി തോന്നിയ കാര്യങ്ങളൊക്കെ നോക്കാം. പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫാമിലി കോമഡി എന്റർടൈനർ മൂവിയാണ്. അതുകൊണ്ടൊക്കെ പല സീനുകൾ എടുത്ത് നോക്കിയാലും അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ നല്ലപോലെ തന്നെ വർക്കൗട്ട് ആയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ജോണി ആന്റണി വരുന്ന സീനായാലും അതുപോലെ തന്നെ പിഷാരടി വരുന്ന സീനായാലും അതൊക്കെ നല്ലപോലെ തന്നെ എനിക്ക് വർക്കൗട്ട് ആയി. പിഷാരടിയുടെ ഒക്കെ സീന് നല്ലപോലെ തന്നെ എനിക്ക് വർക്കൗട്ട് ആയി എന്നുള്ളതാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം അഭിനയ പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ഇത്. അതുകൊണ്ട് മീര ജാസ്മിന്റെ ആയാലും നരേന്റെ ആയാലും ഇവരുടെയൊക്കെ അഭിനയം നല്ലപോലെ തന്നെ വന്നു സിനിമയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ. അതും എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നല്ലപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നരേന്റെ ഒക്കെ തന്നെ ആ ഒരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് സിനിമയിൽ കുറച്ചുകൂടി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം. അതുപോലെ തന്നെ ഉള്ള പാട്ടുകളും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. സിനിമയിൽ 2 പാട്ടുകളുണ്ട്, അതും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയ ചില കാര്യങ്ങൾ. പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു പഴയ സ്റ്റോറി അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ പറയുന്നത്. അപ്പൊ ആ ഒരു ക്ലീശേ കാര്യങ്ങൾ അങ്ങനെ തന്നെ സിനിമയിലുണ്ട്. ആ ഒരു പ്രത്യേകിച്ച് ഒരു പുതുമയില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് അവസാനം വരെ, അതായത് സിനിമ തീരുന്ന അങ്ങനെയല്ല, അവസാനം വരെ സിനിമ കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു പുതുമ കൊണ്ടുവരാത്തതിന്റെ, അല്ലെങ്കിൽ ആ പുതുമ കൊണ്ടുവരുന്ന പോട്ടെ, അല്ലെങ്കിൽ ആ ഒരു അവതരണ ശൈലിയിൽ ആ ഒരു മാറ്റം കൊണ്ടുവരാത്തതിൻ്റെതായിട്ടുള്ള ഒരു ലാഗ് എലമെന്റ് എനിക്ക് തോന്നി സിനിമ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ. വളരെ സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു മാറ്റം കൊണ്ടുവന്നില്ല. അതിൻ്റെതായിട്ടുള്ള ചില ഫീലിങ്സ് എനിക്ക് ഉണ്ടായി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. ഇനി ഇത് മാറ്റാനായിരിക്കണം ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് എന്നുള്ള രൂപത്തിൽ ഒരു സംഭവം കൊണ്ടുവന്നിടുന്നുണ്ട്. അതും എത്രത്തോളം വിശ്വസനീയമായിരുന്നു എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് അത്ര ഒരു ഇമ്പാക്ട്ഫുൾ ആയിരുന്നില്ല ആ സീനൊന്നും. അല്ലെങ്കിൽ എന്താ, അത്രയ്ക്ക് ഒരു ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട് ആ സീനൊന്നും പറ്റിയില്ല. അത്രത്തോളം വിശ്വസനീയമായിരുന്നില്ല എന്നെ സംബന്ധിച്ച് ക്ലൈമാക്സ് ആണെങ്കിൽ പോലും. അപ്പൊ ഇങ്ങനെയാണ് ആ സിനിമ പോകുന്നത്. അതാണ് അതിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരാളുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാം. ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നു, അതുമൂലം അതുവരെ വളരെ വില്ലനായിരുന്ന, അല്ലെങ്കിൽ കൊലപാതകയും ദുഷ്ടനും ഒക്കെ ആയിരുന്ന ഒരാൾ മൊത്തത്തിൽ ചേഞ്ച് ആവുന്നു. ക്യാരക്ടർ ഒരാൾക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ അയാളുടെ ക്യാരക്ടർ മോശമാണെന്ന് തോന്നിയാൽ അത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷെ ഒരു സ്വിച്ച് ഇടുന്ന പോലെ ഒരാളുടെ ക്യാരക്ടർ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആകുന്ന ഒരു ഇതുപോലെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മൊത്തത്തില് എങ്ങനെയായിരുന്നു അതിന് നേരെ ഓപ്പോസിറ്റ് ആകുന്ന ഒരു ക്യാരക്ടറൊക്കെ ഇങ്ങനെ സിനിമയിൽ മാത്രമാണ് ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യം. ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റും, പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ആ ഒരു രീതിയിൽ. അത് ഇതുപോലെ പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സിനിമയിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഒക്കെ കാണാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ കാര്യം. വേണമെങ്കിൽ ഒരു ആവറേജ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം, ആവറേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാണാൻ ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും സിനിമ കാണുക. എനിക്ക് എന്തായാലും അത്രത്തോളം വലിയൊരു സംഭവമായിട്ട്, അല്ലെങ്കിൽ എന്താ സംഭവം എന്നല്ല, അത്രത്തോളം വലിയൊരു സെറ്റപ്പ് സിനിമയിൽ നിന്നും തോന്നിയില്ല. ജസ്റ്റ് ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നിയത്. സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാം, ഫാമിലി ആയിട്ടും കാണാം, കുട്ടികളുമായിട്ടും കാണാം. അതിലൊന്നും ഒരു വിഷയവുമില്ല. കംപ്ലീറ്റ്ലി ഒരു ഫാമിലി എന്റർടൈനർ തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ. അതുപോലെ തന്നെ എന്തായാലും ഇതേപോലെയുള്ള ഒരു റിലീസിങ് സിനിമ, അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ സിനിമയിൽ നല്ല സിനിമകളുടെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.